മക്ക മുശ്രിക്കുകൾ ഖുറൈശികളിലെ പ്രമുഖന്മാർക്കൊക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ശരിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ലാത്തനെയും ഉസ്സനെയും മനാത്തനെയും ഒന്നും വിളിക്കാൻ പറ്റൂല. കാരണം അവർക്ക് ലാത്തനെയും മനാത്തനെയും ഉസ്സനെയും ഒക്കെ വിളിക്കണം, ഇബ്രാഹിം നബിനെയും ഇസ്മായിൽ നബിനെയും ഒക്കെ വിളിക്കണം. അവരൊക്കെ വിളിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറഞ്ഞില്ല. അതിന്റെ അർത്ഥം അവർക്ക് ശരിക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് അർത്ഥം അറിയാത്തത് കൊണ്ട് അഹമ്മദുൽ ബദവിനെയും അബ്ദുൽ ഖാദർ ജീലാനിനെയും പിന്നെ അവിടെ നിങ്ങോട്ട് തുടങ്ങി ആരൊക്കെ ഉണ്ടോ മഹാന്മാരായിട്ട് അവരെ മുഴുവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് മക്ക മുശ്രിക്കുകൾക്ക് ഖുറൈശി പ്രമുഖർക്ക് വലീദായാലും ഉത്ബത്തായാലും ഷൈബത്തായാലും അബൂലഹബായാലും അബൂജഹലായാലും അവർക്കൊക്കെ ഇതിന്റെ അർത്ഥം ശരിക്കും അറിയാമായിരുന്നു. ഇത് പറഞ്ഞപ്പോ കാര്യം ശരിയാവൂല, നമ്മൾ അബദ്ധത്തിൽ ചാടും, നമ്മുടെ ഈ ഇലാഹുകളെ പിന്നെ വിളിക്കാൻ പറ്റൂല. ഇന്നുള്ളവരോ അവർക്ക് ഇതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു.